അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഷീറാണ് അബുദാബിയിൽ നിന്ന് പെർഫെക്റ്റിൽ നിന്നാട്ടാ. ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് റേഡിയേറ്ററിന്റെ വിശേഷങ്ങളാണ്. എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് റേഡിയേറ്റർ ആൻഡ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്ന് കാണിച്ചു കൊടുത്തേ നിഹാലെ. ഇപ്പൊ നമ്മുടെ അടുത്ത് ഓയിൽ കൂളർ ഉണ്ട്, ഇവിടെ ചെറിയ കൂളർ ഉണ്ട്, കണ്ട. ഈ രണ്ട് കൂളർ ഇത് സർവീസിന് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ, കണ്ട. ഇതൊരു വലിയ കൂളറാണ്. ഇതെനിക്ക് തോന്നുന്നു ഷിപ്പിന്റെ ആയിരുന്നു തോന്നുന്നത്. ഈ കൂളറും സർവീസിന് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാണിച്ചേ, ഇത് വലിയ ജനറേറ്ററിന്റെ കൂളറും റേഡിയേറ്ററും കൂടിയിട്ടാണ്. ഇത് റീകോറിങ്ങിന് വന്നിട്ടുള്ള. ഈ പൊട്ടി ഒന്ന് കാണിച്ചു കൊടുത്ത മോനെ. ഇത് മാറ്റിയിട്ട് റീകോറിങ്ങിന് വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ കണ്ടൻസർ ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് കൊറോളയുടെ റേഡിയേറ്റർ ഉണ്ട്. ഇപ്പൊ റേഡിയേറ്ററുമായി ബന്ധപ്പെട്ടത്, അത് കൂളർ ആയിക്കോട്ടെ, ജനറേറ്റർ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, അശോക് ലൈലൻഡിന്റെ കൂളർ വന്നിട്ടുണ്ട്. അപ്പൊ വാട്ട് എവർ റേഡിയേറ്റർ യു ഹാവ്, അതിന്റെ ബെസ്റ്റ് സൊല്യൂഷൻ എപ്പോഴും പെർഫെക്റ്റ് റേഡിയേറ്റർ ആൻഡ് കൂളിംഗ് സിസ്റ്റം തന്നെ. ഒരു റേഡിയേറ്റർ നമ്മുടെ കയ്യിൽ സർവീസിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സർവീസ് കഴിഞ്ഞതിന്റെ ശേഷം, അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ഒരു വണ്ടിയിൽ ഓടുന്ന ഫുൾ പ്രഷർ എത്രയാണ് ഇങ്ങോട്ട് വാ നിഹാലെ, പ്രഷർ എത്രയാണ്, ആ പ്രഷർ കൊടുത്ത് അതിന്റെ ലീക്ക് ടെസ്റ്റ് നടത്തി അത് 100% വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത്. ഏത് തരം റേഡിയേറ്റർ ആയിക്കോട്ടെ, ഇനി മുസഫ ഇല്ലെങ്കിൽ അബുദാബിയിലുള്ള ഏതൊരു ഗാരേജിലും നിങ്ങൾക്ക് കാണിച്ചിട്ട് ആ റേഡിയേറ്ററിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ ആ റേഡിയേറ്റർ വന്നെടുത്ത് സർവീസ് ചെയ്ത് തിരിച്ച് ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പൊ റേഡിയേറ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ, റീകോറിംഗ് ആയാലും ഇല്ലെങ്കിൽ സർവീസ് ആയാലും, ലെറ്റ്സ് വെൽക്കം ടു പെർഫെക്റ്റ് റേഡിയേറ്റർ ആൻഡ് കൂളിംഗ് സിസ്റ്റം M7. താങ്ക് യു വെരി മച്ച്.